ഏവർക്കും മാനേജ്മെൻറ്റ് ആൻഡ് കൊമേഴ്സ് കോർണറിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ കാറ്റഗറീസ് എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, സച്ച് ഓർഗനൈസേഷൻസ് ആർ ഫോംഡ് ഫോർ പ്രൊവൈഡിങ് സർവീസസ് ടു സ്പെസിഫിക് ഗ്രൂപ്പ് ഓർ പബ്ലിക് അറ്റ് ലാർജ് സച്ച് ആസ് എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, recreation, sports, so on, without any consideration of caste, creed and color. Its sole aim is to provide services either free of cost or at nominal cost and not ടു ഏൺ പ്രോഫിറ്റ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ഓർഗനൈസേഷൻസ് എന്താണ്, സ്പെസിഫിക് ഗ്രൂപ്പ് അല്ലെങ്കിൽ പബ്ലിക്കിന് വേണ്ടിയിട്ട് ഉള്ളതല്ല, എല്ലാവർക്കും, അതായത് ഹെൽത്ത് കെയർ, സ്പോർട്സ് ആൻഡ് എഡ്യൂക്കേഷൻ തുടങ്ങിയിട്ട് എല്ലാ തരത്തിലുള്ള സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഇവരെന്ന് പറയുന്നത്. അതിലൊരു വ്യത്യാസമില്ലാത്ത എന്താ, കാസ്റ്റിൻ്റെ ബേസിലോ അല്ലെങ്കിൽ എന്താണ് കളറിൻ്റെ ബേസിലോ ഇന്ന കളറിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് കൊടുക്കുക, അല്ലെങ്കിൽ കാസ്റ്റിലുള്ളവർക്ക് മാത്രമാണ് കൊടുക്കൂ, അങ്ങനെയൊന്നുമില്ല. എല്ലാ ജനറൽ പബ്ലിക്കിന് കൊടുക്കുക എന്ന ഉദ്ദേശത്തോടുള്ളതാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അതാണ് ഫസ്റ്റ് കാറ്റഗറീസ് ആയിട്ട് പറയുന്നത്. സെക്കൻഡ് വൺ, ദർ ആർ ഓർഗനൈസ്ഡ് ആസ് ചാരിറ്റബിൾ ട്രസ്റ്റ് സൊസൈറ്റി ആൻഡ് സബ്സ്ക്രൈബേഴ്സ് ടു സച്ച് ഓർഗനൈസേഷൻസ് ആർ കോൾഡ് മെമ്പേഴ്സ്. എന്താണ് രണ്ടാമത്തെ കാറ്റഗറീസ് ആയിട്ട് പറയുന്ന മെമ്പേഴ്സിൻ്റെ ഓർഗനൈസേഷനിലും ചാരിറ്റബിൾ ട്രസ്റ്റ് സൊസൈറ്റി ആൻഡ് സബ്സ്ക്രൈബേഴ്സ് ടു സച്ച് ഓർഗനൈസേഷൻ, ആ ഓർഗനൈസേഷനിലുള്ള, അതായത് ഇപ്പോൾ ചാരിറ്റബിൾ ട്രസ്റ്റിലാണെങ്കിലും സൊസൈറ്റിയിലേക്കുള്ള ആളുകൾക്ക് പറയുന്നതിനാണ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അതിനകത്തുള്ള ആ അഫേഴ്സ് ആർ യൂഷ്വലി മാനേജ് ചെയ്യുന്ന ഓർഗനൈസ്ഡ് ആസ് എ ചാരിറ്റബിൾ ട്രസ്റ്റ് ആൻഡ് സൊസൈറ്റി സബ്സ്ക്രൈബേഴ്സ്, അതിലുള്ള ആളുകളെ വിളിക്കുന്ന പേരാണ്, ആ ഓർഗനൈസേഷനിലുള്ള ആളുകളെ വിളിക്കുന്ന പേരാണ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. തേർഡ് വൺ, ദെയർ അഫേഴ്സ് ആർ യൂഷ്വലി മാനേജ്ഡ് ബൈ എ മാനേജിങ് ഓർ എക്സിക്യൂട്ടിംഗ് കമ്മിറ്റി എലക്റ്റഡ് ബൈ ഇറ്റ്സ് മെമ്പേഴ്സ്. നമ്മൾ ആദ്യം പറഞ്ഞു എന്താ, മെമ്പേഴ്സ്, അതിനകത്തുള്ള അംഗങ്ങളെ നമ്മൾ മെമ്പേഴ്സ് എന്നാണ് പറയുന്നത്. ആ മെമ്പേഴ്സ് എന്താണ്, ആ മെമ്പേഴ്സാണ് അഫേഴ്സ് യൂഷ്വലി മാനേജ്ഡ് ബൈ ദ മാനേജിങ് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി എലക്റ്റഡ് ബൈ ഇറ്റ്സ് മെമ്പേഴ്സ്. ആ മെമ്പേഴ്സ് എലക്ട് ചെയ്തിട്ടുള്ള മാനേജിങ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. എന്താണ്, ആ മെമ്പേഴ്സ് എലക്ട് ചെയ്തിട്ടുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് മാനേജർ അല്ലെങ്കിൽ മാനേജിങ് കമ്മിറ്റിയാണ് അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. ഫോർത്ത് വൺ, ദ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഓഫ് സച്ച് ഓർഗനൈസേഷൻസ് ആർ സബ്സ്ക്രിപ്ഷൻ ഫ്രം മെമ്പേഴ്സ്, ഡൊണേഷൻ, ലെഗസീസ്, ഗ്രാൻഡ് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് എക്സെട്ര. അതിനകത്ത് മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻസ് ഓഫ് ഫ്രം മെമ്പേഴ്സിൻ്റെ സബ്സ്ക്രിപ്ഷൻസ്. ചില സൊസൈറ്റികളിലൊക്കെ എന്താ, മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ എന്ന് പറയുക, അതായത് അംഗത്വം എടുക്കുന്നത്. ആ അംഗത്വം എടുക്കുന്ന മെമ്പേഴ്സിന് ഒരു നിശ്ചിത എമൗണ്ട് നമ്മൾ ഇത് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എത്ര രൂപ എടുത്ത്, 500 രൂപയാണെങ്കിൽ 500 രൂപയാണ് അതിനകത്തേക്ക് മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് മെമ്പർക്ക് വേണ്ടത്. അങ്ങനെ ആ കിട്ടുന്ന എമൗണ്ടുകളൊക്കെ എന്ന് പറയുന്നത് എന്താണ്, ഇതിൻ്റെ സോഴ്സ് ഓഫ് ഇൻകത്തിലുള്ളതാണ്. സോഴ്സ് ഓഫ് ഇൻകത്തിൽ ഒന്നാണ് സബ്സ്ക്രിപ്ഷൻ ഓഫ് മെമ്പേഴ്സ്. പിന്നെ ഡൊണേഷൻ കിട്ടും, ചാരിറ്റബിൾ സൊസൈറ്റിക്ക് ആകുമ്പോൾ ഡൊണേഷൻ കിട്ടും, ലെഗസീസ്, ഗ്രാൻഡൊക്കെ ഗവൺമെൻറ്റിൻ്റെ വരുന്ന ഗ്രാൻഡ് കാര്യങ്ങളെല്ലാം കിട്ടും. ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്, എന്തെങ്കിലും ഷെയർസ് കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വഴി നമുക്ക് അതിൽ നിന്നൊരു ഇൻകം കിട്ടും. ഫിഫ്ത്ത് വൺ, ദ ഫണ്ട് റേസ്ഡ് ബൈ സച്ച് ഓർഗനൈസേഷൻ ത്രൂ വേരിയസ് സോഴ്സസ് ക്രെഡിറ്റഡ് ടു ക്യാപിറ്റൽ ഫണ്ട് ഫോർ ജനറൽ ഫണ്ട്. എന്താണ്, ഈ ഓർഗനൈസേഷനിൽ വേരിയസ് സോഴ്സസിൽ നിന്ന് കിട്ടുന്ന ഈ ഫണ്ടുകളെല്ലാം ക്രെഡിറ്റ് ചെയ്യാൻ ക്യാപിറ്റൽ ഫണ്ട് അല്ലെങ്കിൽ ജനറൽ ഫണ്ടായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ കിട്ടുന്ന ഫണ്ടുകളെല്ലാം എന്താണ്, ജനറൽ ഫണ്ടായിട്ട്, ക്യാപിറ്റൽ ഫണ്ട് ഓർ ജനറൽ ഫണ്ടായിട്ട് ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സിക്സ്ത് വൺ, ദ സർപ്ലസ് ജനറേറ്റഡ് ഇൻ ദ ഫോം ഓഫ് എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ ഈസ് നോട്ട് distributed amongst the members. It's simply added in the capital fund. എന്താണ് അതിനകത്ത് കിട്ടുന്ന സർപ്ലസ് ജനറേറ്റ് ചെയ്യുന്നത്, എക്സസ് ആയിട്ട് വരുന്ന ഇൻകം അല്ലെങ്കിൽ ഈ എക്സ്പെൻഡിച്ചർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എല്ലാ മെമ്പേഴ്സിൽ amongst the members is simply added in their capital fund. ക്യാപിറ്റൽ ഫണ്ടായിട്ടാണ് അതിനകത്ത് ആഡ് ചെയ്ത് പോകുന്നതെന്ന്.
Seventh one, the not-for-profit organization earn their reputation on the basis of their contribution to the welfare of the society rather than on the customers or owners satisfaction. എന്താണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്താണ് അവരുടെ റെപ്യൂട്ടേഷൻ എന്താ അതിനുള്ള കോൺട്രിബ്യൂഷനും കാര്യങ്ങളും ആയിരിക്കില്ലല്ലോ എന്താണ് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഓണേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട്. അതായത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഒരിക്കലും എന്താണ് മറ്റുള്ളവർ സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അവരുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് മാത്രം മുന്നോട്ട് പോകുന്നതാണ്. അതാണ് സെവൻത്ത് കാറ്റഗറിക്സ് ആയിട്ട് പറയുന്നത്. എയ്ത്ത് വൺ, ദ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് പ്രൊവൈഡഡ് ബൈ സച്ച് ഓർഗനൈസേഷൻ ഇസ് mean for the present and potential contribution and to meet the statutory requirement. അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പ്രസൻറ്റ് ദ പൊട്ടൻഷ്യൽ കോൺട്രിബ്യൂഷൻ ആൻഡ് മീറ്റ് ദ സ്റ്റാറ്റ്യൂട്ടറി. അതായത് ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്ന് കാണിക്കുന്നതെല്ലാമാണ് അതിൻ്റെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് ചെയ്യുന്നത് ഇതിനകത്ത്. അപ്പോൾ ഇതാണ് മെയിൻ കാറ്റഗറിക്സ് എന്ന് പറയുന്നത്. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ മെയിൻ കാറ്റഗറിക്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനകരമായി തോന്നിയെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.